KGF എന്ന ചിത്രത്തിൽ റോക്കി ബായുടെ കുട്ടിക്കാലം കാണിക്കുന്ന കുറച്ച് രംഗങ്ങൾ ഓർമ്മയുണ്ടോ? അതിൽ കുറച്ച് ഗുണ്ടകൾ അവിടുത്തെ ഒരു പോലീസുകാരനെ തല്ലാൻ ധൈര്യമുള്ളവൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നും അവിടെയുള്ള കൊച്ചു പയ്യൻ ലിറ്റിൽ റോക്കി ബായ് കൈ ഉയർത്തി അത് ഏറ്റെടുക്കുന്നു, ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു. ഇവനോ എന്ന ചോദ്യം എല്ലാവരുടെയും മുഖത്ത് ആ സമയത്തുണ്ട്. എന്നാൽ റോക്കി പോലീസുകാരൻ്റെ തലയിൽ സോഡാ കുപ്പി കൊണ്ടങ്ങ് അടിക്കുകയാണ്. എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഇത്രയും വലിയൊരാളെ തല്ലാൻ ഈ പീക്കിരി പയ്യനാണോ എന്ന ഭാവമാണ്. എന്നാൽ പിന്നീട് എല്ലാവരുടെയും മുന്നിൽ നിന്നും ക്യാ ചാഹിയെ തുംകോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ തല്ലി പദം വരുത്തിയിട്ടുണ്ടെങ്കിലും ആ പയ്യൻ കൊച്ചു റോക്കി ബായ് ഗാംഭീര്യത്തോടെ, ധൈര്യത്തോടെ, മനസ്സിൽ നിശ്ചയദാർഢ്യത്തോടെ, ഒരു പേടിയുമില്ലാതെ പറയുന്നു ദുനിയ. ബാക്ക്ഗ്രൗണ്ടിൽ നിറയുന്ന KGFലെ പ്രശസ്തമായ മ്യൂസിക്, മാസ്. ഇന്ത്യ ഓസീസ് ടെസ്റ്റ് പരമ്പര ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ ഒരാളുടെ പേര് കൂടി അതേ മാസ് BGMോടെ നമുക്ക് ഓർക്കാനുണ്ട്. അയാൾ ഒരു ഓസ്ട്രേലിയക്കാരനാണ്. പേര് സാം കോൺസ്റ്റസ് എന്നാണ്. ഓസ്ട്രേലിയയുടെ പുതിയ ഓപ്പണർ. ഭയരഹിതമായി ആദ്യ ടെസ്റ്റ് പരമ്പരയാണെന്നോ ഉള്ള സഭാകമ്പമില്ലാതെ ഗ്രൗണ്ടിൽ ചങ്കൂറ്റത്തിൻ്റെയും അഗ്രസീവ്നെസ്സിൻ്റെയും പുതിയ മാതൃകകൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. 5ാം ടെസ്റ്റിൽ സിഡ്നിയിൽ കളി പുരോഗമിച്ചു കൊണ്ടിരിക്കെ സാം കോൺസ്റ്റസിനെ കുറിച്ച് നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ, ഒന്നും ഓർത്തില്ലെങ്കിൽ, ഒരു എപ്പിസോഡെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ക്രിക്കറ്റിന്റെ ഈ ഒരു പുതിയ മുഖത്തോട് തന്നെ നമ്മൾ മുഖം ധരിക്കുന്നത് പോലെയാകും. സാം കോൺസ്റ്റസ് എന്ന ഓസീസിന്റെ പുതിയ ഓപ്പണർ. സാം കോൺസ്റ്റസ് ട്രൈങ് ടു റിവേഴ്സ് റാം ബുംറ ഓൺ ഹിസ് 11th ബോൾ ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ്. ദാറ്റ്സ് ദ സ്റ്റോറി. വിരാട് കോഹ്ലിയോടും ജസ്പ്രീത് ബുംറയോടും ഇന്ത്യൻ ടീമിലെ മറ്റു താരങ്ങളോടും എല്ലാം കൊമ്പ് കോർക്കാൻ ഒരു മടിയുമില്ലാത്ത കോൺസ്റ്റസ് ഈ ടെസ്റ്റ് പരമ്പര ആവേശമാക്കുന്നതിൽ ഒരു പങ്ക് അയാളുടെയും കൂടിയാണ്. കുഞ്ഞു റോക്കി ബായ് അധികാരത്തിന്റെ മുദ്രയായ പോലീസുകാരനെ തല്ലാൻ പോകുന്നത് പോലെ കോൺസ്റ്റസ് ഗ്രൗണ്ടിൽ എത്തുന്നത് തന്നെ ഏതാണ്ട് വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങളുമായി കൊമ്പ് കോർക്കാനാണ്. അവരെ ഭയലേശമെന്നെ നേരിടാനാണ്. ആബ്സല്യൂട്ട് സിനിമ എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ അങ്ങ് ഉണ്ടാക്കാനാണ്. അയാൾക്ക് വേണ്ടത് ദുനിയ ആണ്. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. വിധി പോലും വിറച്ചുപോയി അവന്റെ വരവിൽ എന്നൊക്കെ പറയാവുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 4ഉം 5ഉം ടെസ്റ്റിനുള്ള ഓസീസ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അപ്രതീക്ഷിതമായി ക്രിക്കറ്റ് ആരാധകർ കേട്ട ഒരു പേരായിരുന്നു സാം കോൺസ്റ്റസ്. ശേഷം ബോക്സിംഗ് ഡേ ടെസ്റ്റിനുള്ള ആദ്യ 11ൽ ഓപ്പണർ നഥാൻ മക്സ്വീനിക്ക് പകരം കോൺസ്റ്റസ് എത്തുമെന്ന് പാറ്റ് കമ്മിൻസ് ഉറപ്പിക്കുക കൂടി ചെയ്തപ്പോൾ ആ യുവതാരത്തിന്റെ പ്രകടനം എങ്ങനെയുണ്ടാക്കുമെന്ന ആകാംക്ഷയിലായിരുന്നു ക്രിക്കറ്റ് ആരാധകർ. ഇതിനിടയിൽ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ പ്രത്യേകമായി താൻ പേടിക്കുന്നില്ല എന്ന് കോൺസ്റ്റസ് മത്സരത്തിന് മുമ്പ് തന്നെ വ്യക്തമാക്കിയതോടെ ഒരു ആകാംക്ഷ ഇരട്ടിയാകുന്നു. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ജസ്പ്രീത് ബുംറ എന്ന ലോകോത്തര പേസ് ബോളർ അദ്ദേഹം അണിനിരക്കുന്ന പേസ് നിരയെ മികച്ച രീതിയിൽ പ്രതിരോധിച്ച് ഓസീസ് ബാറ്റിംഗിന്റെ ഓപ്പണിംഗിലെ ബലഹീനതയെ കോൺസ്റ്റസ് ഇല്ലാതാക്കുകയായിരുന്നു അന്ന് ഗ്രൗണ്ടിൽ. 4ാം ടെസ്റ്റിൽ ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശിയ യുവതാരം 65 പന്തിൽ 2 സിക്സറും 6 ബൗണ്ടറിയും സഹിതം അന്ന് 60 റൺസാണ് എടുത്തത്. ഈ രണ്ട് സിക്സർ സാക്ഷാൽ ബുംറയ്ക്കെതിരെയായിരുന്നു അന്ന് കോൺസ്റ്റസ് അടിച്ചെടുത്തത്. അതിലൊന്നാവട്ടെ റിവേഴ്സ് സ്കൂപ്പിലൂടെയായിരുന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ ബുംറയെ റിവേഴ്സ് സ്കൂപ്പ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ആ സമയത്ത് കമന്റേറ്റർമാർ ഉൾപ്പെടെ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നെങ്കിലും ബുംറ എറിഞ്ഞ 7ാം ഓവറിൽ ഒരു സ്കൂപ്പും 2 റിവേഴ്സ് സ്കൂപ്പും വഴി 2 4ഉം ഒരു 6ഉം സഹിതം 14 റൺസാണെന്ന് സാം അടിച്ചുകൂട്ടിയത്. പിന്നീട് 11ാം ഓവറിൽ വീണ്ടും ബുംറയെ കടന്നാക്രമിച്ച സാം ഒരു 6ഉം 2 4ഉം അടക്കം ആ ഓവറിൽ നേടിയത് 18 റൺസാണ്. ടെസ്റ്റ് കരിയറിൽ ബുംറയുടെ ഏറ്റവും മോശം ഓവറുകളിൽ ഒന്നായിരുന്നു അത്. ഇംഗ്ലണ്ടിന്റെ ജോസ് ബട്ട്ലറിന് ശേഷം ഒരു ടെസ്റ്റ് മത്സരത്തിൽ ബുംറയ്ക്കെതിരെ 2 സിക്സർ നേടുന്ന താരം എന്ന നേട്ടവും ഇതോടെ 19കാരനായ സാം കോൺസ്റ്റസ് സ്വന്തമാക്കുകയായിരുന്നു. ഇന്നിംഗ്സിൽ ബുംറയ്ക്കെതിരെ 33 പന്തിൽ 34 റൺസാണ് ആ ടെസ്റ്റിൽ സാം നേടിയത്. ആദ്യ 6 ഓവറിൽ 38 റൺസാണെന്ന് ബുംറ വഴങ്ങിയത്. ക്വയറ്റ് അൺബിലീവബിൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അത്. കഴിഞ്ഞ 3 വർഷമായി ടെസ്റ്റിൽ സിക്സർ വഴങ്ങാത്ത താരമാണ് ബുംറ എന്നോർക്കണം. ഇതിനിടയിൽ അദ്ദേഹം 4000-ന് മുകളിൽ പന്തുകൾ എറിഞ്ഞിരുന്നു എന്നും ഓർക്കണം. കൃത്യമായി പറഞ്ഞാൽ 4484 ഡെലിവറികൾക്കിടയിൽ ബുംറ വഴങ്ങിയ ആദ്യ സിക്സർ ആയിരുന്നു അത്. അതിനുശേഷം സാക്ഷാൽ വിരാട് കോഹ്ലിയുമായി ഏറ്റുമുട്ടാനും കോൺസ്റ്റസ് ആ ടെസ്റ്റിൽ മടിച്ചില്ല. മത്സരത്തിന്റെ 10ാം ഓവറിലാണ് ഈ സംഭവം നടക്കുന്നത്. വിക്കറ്റുകൾക്കിടയിൽ നടക്കുകയായിരുന്ന സാം കോൺസ്റ്റസിന്റെ ചുമലിൽ വിരാട് ഷോൾഡർ കൊണ്ട് തട്ടുകയായിരുന്നു. എന്നാൽ ഇത് ഓസ്ട്രേലിയൻ യുവതാരത്തെ അങ്ങ് പ്രകോപിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം വിരാട് കോഹ്ലിയോട് രൂക്ഷമായ ഭാഷയിൽ ആ സമയത്ത് തന്നെ സംസാരിക്കുന്നു. ഒടുവിൽ അമ്പയർ ഇടപെട്ടാണ് ഈ രംഗം ഒന്ന് ശാന്തമാക്കുന്നത്.
സംഭവത്തിൽ വിരാട് കോഹ്ലിക്കെതിരെ പിന്നീട് ICC നടപടി എടുക്കുകയും ചെയ്തിരുന്നു. അനാവശ്യമായി ആ സമയത്ത് എതിർ താരത്തെ ശാരീരികമായി ബുദ്ധിമുട്ടിച്ചതിന് മാച്ച് റെഫറിയുടെ ഏതാണ്ട് 20% ഫൈനാണ് പിഴ ചുമത്തിയത് വിരാട് കോഹ്ലിക്ക് നേരെ. അന്ന് അനാവശ്യ ഇടപെടൽ നടത്തിയ കോഹ്ലിക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ സമയത്ത് മുൻ ഓസീസ് ഇതിഹാസ ക്യാപ്റ്റനായ റിക്കി പോണ്ടിംഗ് അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതോടെ ഈ ബോർഡർ ഗവസ്കർ ടെസ്റ്റ് പരമ്പരയിലെ 4ാം ടെസ്റ്റ് മത്സരമായ മെൽബണിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ 1ാം ദിനം കളി അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഓസീസിന്റെ ഈ അരങ്ങേറ്റ ഓപ്പണറായ സാം കോൺസസ് ആയിരുന്നു. കാരണം അദ്ദേഹം ഏറ്റുമുട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററായ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ വിരാട് കോഹ്ലിയെ സ്ലെഡ്ജ് ചെയ്തുകൊണ്ടാണ്. സ്റ്റാർ ബോളറായ ജസ്പ്രീത് ബുംറയെ റിവേഴ്സ് സ്കൂപ്പ് ചെയ്തും കോൺസസ് മെൽബണിലെ 1ാം ദിനം തന്റേതാക്കി അങ്ങ് മാറ്റുകയായിരുന്നു. അപ്പോൾ അന്നത്തെ മത്സരശേഷം ബുംറയ്ക്കെതിരെ പായിച്ച ആ റിവേഴ്സ് സ്കൂപ്പ് ഒരിക്കലും താൻ പ്ലാൻ ചെയ്തതായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺസസ് മത്സരശേഷം രംഗത്തെത്തിയിരുന്നു. ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ഗാലറിക്ക് മുന്നിൽ കളിക്കാൻ എനിക്ക് സാധിച്ചു. ഒരു വീട് പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. ഭയമില്ലാതെ കളിക്കണമെന്ന് എന്നോട് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആവശ്യപ്പെട്ടിരുന്നു. ഒന്നും പ്ലാൻ ചെയ്തതായിരുന്നില്ല. ലോകോത്തര ബോളറാണ് ജസ്പ്രീത് ബുംറ എന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെ മാറ്റുക എന്നതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ശ്രമം. കോൺസസ് മത്സരശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്. ആ ടെസ്റ്റ് മത്സരത്തിന് ശേഷം മത്സരശേഷം കിങ് കോഹ്ലിയെ സ്ലെഡ്ജ് ചെയ്തതിനെ കുറിച്ചും കോൺസസ് സംസാരിക്കുകയുണ്ടായി. കോഹ്ലി എൻ്റെ പ്രിയപ്പെട്ട പ്ലെയറാണ്. രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും വികാരങ്ങൾ ഒന്ന് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഇതെല്ലാം ക്രിക്കറ്റിൽ സംഭവിക്കുന്നത് തന്നെയാണ്. കോൺസസ് പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശിയ കോൺസസിന്റെ ആ ഒരു പ്രകടനം ഇന്ത്യയുടെ മുൻ ഓപ്പണർ വീരേന്ദ്ര സെവാഗിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് മുൻ ഓസീസ് കോച്ചായ ജസ്റ്റിൻ ലാംഗർ പറഞ്ഞത്. വിസ്മയം എന്ന വാക്കുകൊണ്ട് മാത്രമാണ് കോൺസസിന്റെ പ്രകടനത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. മത്സരത്തിന് മുൻപ് സാം കോൺസസ് വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അദ്ദേഹം ഒരുപാട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് തന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കാനും ഗ്രൗണ്ടിൽ കോൺസസിന് സാധിച്ചിരിക്കുന്നു. അതൊരു അവിശ്വസനീയമായ കഥ പോലെ എനിക്ക് തോന്നുന്നു എന്നാണ് ജസ്റ്റിൻ ലാംഗർ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇതാ ഈ ടെസ്റ്റിലും ഓസീസ് അഗ്രഷന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് ഈ 19-കാരൻ സാം കോൺസസ്. ഗംഭീറിനെ പ്രചോദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ താരങ്ങളിൽ ഒരു ഒത്തൊരുമയോടെ കളിക്കാൻ പ്രചോദനമായി കോൺസസിന്റെ ഈ പ്രകോപനം ഇന്ത്യയെ എത്തിക്കുന്നു എന്ന തരത്തിലുള്ള ട്രോളുകൾ ഇതിനകം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ഓസ്ട്രേലിയ 5ാം ടെസ്റ്റ് ആവേശകരമായി മുന്നേറവേ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം നേടിയ താരവും ഈ മനുഷ്യൻ തന്നെയാണ്. 5ാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിലെ അവസാന ഓവറിൽ സാം കോൺസസ് ജസ്പ്രീത് ബുംറയുമായിട്ടായിരുന്നു ഇത്തവണ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത്. ആദ്യ ദിനം വിക്കറ്റൊന്നും പോവാതെ അവസാനിപ്പിക്കാനാണ് ഓസ്ട്രേലിയ ശ്രമിച്ചത്. എന്നാൽ ഓസീസിന്റെ ഒരു വിക്കറ്റെങ്കിലും വീഴ്ത്തുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ ബോളർമാർ ആ സമയത്ത് വർദ്ധിത വീര്യത്തോടെ പന്തെറിഞ്ഞത്. 3 ഓവറാണ് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തത്. ബുംറയുടെ ആദ്യ പന്ത് തന്നെ ക്രീസിൽ നിന്നും കയറി ബൗണ്ടറി പായിച്ചുകൊണ്ട് കോൺസസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് 3ാം ഓവർ അദ്ദേഹം എറിയാനെത്തിയപ്പോഴായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഉസ്മാൻ ഖ്വാജ ക്രീസിൽ നിൽക്കാൻ വൈകിയത് ബുംറ ചോദ്യം ചെയ്യുന്നു. മനഃപൂർവ്വം സമയം കളഞ്ഞ് ആദ്യ ദിനം അവസാനിപ്പിക്കുകയായിരുന്നു ഖ്വാജയുടെ ശ്രമം ആ സമയത്ത്. എന്നാൽ ബുംറ ഇത് ചോദ്യം ചെയ്തപ്പോൾ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിൽക്കുകയായിരുന്ന കോൺസസ് ഇടക്ക് കയറി ബുംറയോട് സംസാരിക്കുന്നു. ഖ്വാജ ഒന്നും പറയാതെ ഇരുന്നിട്ടും കോൺസസ് ബുംറയോട് ചൂടായി അങ്ങ് സംസാരിക്കുന്നു. ഇതോടെ ബുംറയും കോൺസസിനോട് കയർത്തുകൊണ്ട് മുന്നോട്ട് കയറി വരുന്നു. ഈ സമയത്ത് അമ്പയർ ആ സമയത്ത് ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം വഷളാകാതെ നോക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു വാക്പോരാട്ടത്തിലേക്ക് അത് നീളുമായിരുന്നു എന്ന് ആ സമയം നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഏതായാലും സീനിയർ താരമാണെന്ന് പോലും നോക്കാതെയാണ് ബുംറയോട് കോൺസസ് ആ സമയത്ത് കൊമ്പ് കോർത്തത്. ആദ്യ ദിനം അവസാനിപ്പിക്കുന്ന അവസാന പന്തിൽ ഉസ്മാൻ ഖ്വാജയെ പുറത്താക്കിയാണ് ബുംറ കോൺസസിന് പിന്നീട് മറുപടി നൽകിയത്. ഖ്വാജ എഡ്ജായപ്പോൾ KL രാഹുൽ സ്ലിപ്പിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പന്ത് കയ്യിലൊതുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ബുംറ കോൺസസിന് നേരെ എത്തിയാണ് ഖ്വാജയുടെ വിക്കറ്റ് നേട്ടം അങ്ങ് ആഘോഷിച്ചത്. ഇന്ത്യൻ താരങ്ങളെല്ലാം പിന്നീട് കോൺസസിനെ കൂടി നിന്ന് പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആഘോഷമാണ് നടത്തിയതെന്ന് പറയാം. പിന്നീട് 2ാം ദിനം സാം കോൺസസിനെ സിറാജ് പുറത്താക്കിയപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ അമിത ആഹ്ലാദം ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ ഭയക്കാതെ ഇന്ത്യൻ താരങ്ങളോട് കൊമ്പ് കോർക്കുന്ന ഈ ഒരു കോൺസസിനെ കാണുമ്പോൾ പഴയ റിക്കി പോണ്ടിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു ആക്രമണോത്സുകതയാണ് എന്ന് പറയുന്നവരും ഏറെയുണ്ട്. സത്യത്തിൽ ഈ ടെസ്റ്റ് പരമ്പര ഇത്രയും വാശിയായും അല്ലെങ്കിൽ ആവേശമായും മാറ്റുന്നതിൽ സാം കോൺസസ് വഹിക്കുന്ന പങ്ക് ഒരിക്കലും ചെറുതല്ല എന്ന് തന്നെ പറയാം. സാം കോൺസസ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വരവറിയിച്ചിരിക്കുകയാണ്.